ഗതാഗത നിയമലംഘനങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ സർക്കാർ പെടാപ്പാട് പെടുകയാണ് എന്നുള്ളത് മന്ത്രി തന്നെ പറഞ്ഞു നമ്മൾ കേട്ടതാണല്ലോ കഴിഞ്ഞ ദിവസം. പരിഹാരത്തിനായി ക്യാമറ വെച്ചു, മന്ത്രി തന്നെ നിരത്തിലിറങ്ങി. പക്ഷേ നിയമലംഘനങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ ഈ നിയമലംഘനങ്ങൾ കുറയ്ക്കാൻ എന്തോ മാർഗമുണ്ട് എന്ന് അഖിലശ്രീ പറയുന്നത് കേട്ടിരുന്നു. അത് പ്രേക്ഷകരെ കൂടി കേൾപ്പിക്കാം. ഞാൻ എന്താ ഈ നടുറോട്ടിൽ ഈ വെയിലത്ത് നിൽക്കുന്നതെന്നല്ലേ, എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും വല്ല ഗതാഗത നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ വന്നതാണ്. ചിക്കിലി എങ്ങാനും തടഞ്ഞാലോ? ചിക്കിലിയുടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. 17,000 രൂപ വരെ നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷേ സംഭവം ഇവിടെയല്ല, വിയറ്റ്നാമിലാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഗതാഗത നിയമലംഘനങ്ങൾ വല്ലാതെ കൂടിയപ്പോൾ വിയറ്റ്നാം സർക്കാർ നമ്മുടെ പോലെ ക്യാമറ വെച്ചു, ഓരോ ജംഗ്ഷനിലും പോലീസ് പരിശോധന വെച്ചു. എന്നിട്ടൊന്നും ആളുകൾ പോലീസിനെ കാണുമ്പോൾ മാത്രം നമ്മുടെ നാട്ടിലെ പോലെ ഹെൽമെറ്റ് വയ്ക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ. ഇതിനാണ് ഒരു പോംവഴിയായിട്ട് പിഴത്തുകയുടെ 10% റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് നൽകാൻ സർക്കാർ കഴിഞ്ഞ ആഴ്ച തീരുമാനമെടുക്കുന്നത്. സംഭവം എന്തായാലും ക്ലിക്കായി. ഇപ്പോൾ വഴിയിലെല്ലാം മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് നാട്ടുകാരൊക്കെ ഗതാഗത നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഹെൽമെറ്റ് ഇല്ലാതെ വന്നാലോ, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വന്നാലോ, അങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളും ഒറ്റ ക്ലിക്കിൽ നാട്ടുകാർ തന്നെ എടുത്ത് പോലീസിലേക്ക് അയക്കും. ആ പിഴത്തുകയായി അടയ്ക്കുന്ന തുകയുടെ 10% തുക നേരെ പരാതിക്കാരന്റെ അക്കൗണ്ടിൽ വീഴും. ഇതാണ് വിയറ്റ്നാം സർക്കാർ നടപ്പിലാക്കിയ മാതൃകാപരമായ ഒരു തീരുമാനം. അപ്പോൾ അഖിലശ്രീ മുന്നോട്ട് വെച്ച ഈ സജഷൻ നമ്മുടെ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ കേട്ട് അതെങ്ങാനും നടപ്പാക്കുമോ എന്തോ? നടപ്പാക്കിയാൽ എല്ലാവർക്കും കോൾ അടിക്കുമല്ലോ.